ഏവർക്കും നല്ലൊരു പ്രഭാതം, നല്ലൊരാഴ്ച സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നൊരു സുവിശേഷ ഭാഗം ഈശോ നിയമജ്ഞരെ നിശിതമായിട്ട് നഖശികാന്തം എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഭാഗമാണ്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഒരു വാക്യമുണ്ട്, നിയമജ്ഞരെ നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കൈകളിൽ വെക്കുകയും എന്നാൽ നിങ്ങളത് അതിൽ പ്രവേശിക്കുകയോ ഇനി പ്രവേശിക്കാൻ വരുന്നവരെ തടയുകയോ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു മോശം ജീവിതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ക്രിസ്തു കൃത്യമായിട്ട് അവരെ വിമർശിക്കാം. നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ നിയമജ്ഞരെ പോലെയാണോ? വിജ്ഞാന മണ്ഡലത്തിൽ പലതിനെക്കുറിച്ചും നമുക്ക് അറിവുണ്ട്. ഈ അറിവുള്ളതിലേക്ക് ഒരു ജീവിത തലത്തിലേക്കൊന്ന് ഉയരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി എൻ്റെ ജീവിതം മറ്റുള്ളവരെ ഈ വിജ്ഞാന തലത്തിലേക്ക് ഉയർത്താനായിട്ട് എൻ്റെ ജീവിതം വഴിയൊരുക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നവരാണ്, വിശുദ്ധരെ കുറിച്ച് അറിയുന്നവരാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ തലത്തിൽ നിന്ന് ജീവിത തലത്തിലേക്ക് എനിക്ക് മാറിയിട്ടുണ്ടോ? അവിടെയാണ് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്തുവിന്റെ വിമർശനം അവിടെ നിൽക്കുക. ക്രിസ്തു സ്നേഹമാണെന്ന് എനിക്കറിയാം, ക്രിസ്തു ത്യാഗമാണെന്ന് എനിക്കറിയാം, എളിമയുടെ പാതയിലൂടെ ചരിച്ചവനാണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും സ്നേഹമായി ജീവിതം പോലും പകുത്തു കൊടുത്തവനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ അറിവുകൾ എൻ്റെ ജീവിതത്തിലെ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ടോ? അറിവിൽ നിന്ന് ജീവിതത്തിലേക്കും ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും പകുത്തു നൽകാൻ കഴിയുന്ന ഒരു പുണ്യ ജീവിതം എനിക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരു ദിവസം ആത്മാർത്ഥമായി ചിന്തിക്കാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ ജീവിതത്തിൽ അറിവിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുകയാണോ? അതൊരു ജീവിത തലത്തിലേക്കും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മാതൃകാപരമായ ജീവിതത്തിലേക്കും മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാറ്റിയെടുക്കുവാൻ, ഒരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.